ഇന്ന് നമ്മുടെ കിളിക്കൂട് രണ്ട് കിളിക്കൂടും, അതായത് ഇപ്പോൾ കൊണ്ടുവന്നവരും നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മിക്കു കല്ലു അവരുടെ കൂട് വൃത്തിയാക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ അവരുടെ കൂട് വൃത്തിയാക്കി ഫുഡ് ഇരിക്കുന്ന പാത്രവും അതുപോലെ തന്നെ അടിയിലെ ട്രേയും കൂട് ഫുള്ളും ഞാൻ വൃത്തിയാക്കി വെള്ളവും മാറ്റി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ഇതുവരെയും ദൈവം സഹായിച്ചൊരു അസുഖമൊന്നുമില്ല. കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതുവരെയും ഒരു അസുഖമില്ല. മിട്ടുവിനെ കൊണ്ടുവന്നിട്ടിപ്പം 1.5 വർഷത്തോളമായി. കല്ലും ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെയും ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല. ഞാൻ 2 കൂട്ടരുടെയും കൂട് വൃത്തിയാക്കും. അതിൻ്റെ പിന്നെ നമ്മളെ അവരുടെ കണനാക്കുണ്ടല്ലോ, ഈ കണനാക്കൊക്കെ ആണെങ്കിലും ഞാൻ ഇതേപോലെ എൻ്റെ കയ്യിലൊരു ബ്രഷുണ്ട്. എൻ്റെ അടുത്തൊരു ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തൊരു ബ്രഷുണ്ട്. ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് കണനാക്കൊന്ന് നനച്ച്, അതവർക്ക് ഇച്ചിരൂടെ സിമ്പിളായിട്ട് കഴിക്കാനും പറ്റുമല്ലോ, അതൊന്ന് നനച്ച് ഞാൻ അതിനകത്ത് നല്ല രീതിക്ക് ഞാൻ അതിനെ തേച്ച്, ആ ബ്രഷെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിനകത്ത് അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നുമില്ല. അപ്പോൾ നമ്മൾ കിളികളുള്ള ഏതെല്ലാം വീടുകളാണ്, ഏത് തരത്തിലെ കിളികളുള്ള വീടുകളാണെന്ന് പറഞ്ഞാലും, ഈ കിളികളെന്നല്ല, ഇനിയിപ്പം പട്ടിക്കൂടായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കൂടായിക്കോട്ടെ. എനിക്ക് കോഴി ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഞാനാണെങ്കിൽ എനിക്കുള്ള കോഴികൾക്ക് ഞാൻ കറക്റ്റായിട്ട് ഞാൻ അവരുടെ കൂട് ഞാൻ ഡെയിലി ഒരു ദിവസം ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവരുടെ കൂടെ ഞാൻ വൃത്തിയാക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ചീവുപൊടി ഉണ്ടല്ലോ, അതാ നമ്മുടെ തടിമില്ലിൽ കിട്ടുന്ന ചീവുപൊടിയെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് ഈ മറ്റേ അറക്കപ്പൊടിയില്ലേ, കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടുന്നത്, തീരെ അങ്ങ് പൊടിയല്ല, കുറച്ച്. അപ്പം ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് ആ കോഴിക്കൂടിനകത്ത് ഞാൻ ഇപ്പം എൻ്റെ കോഴി ഇല്ലല്ലേ, ഞാനത് കാണിച്ചു തരാമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കോഴിക്കൂടിനകത്ത് ആദ്യമേ ഒരു ചാക്ക് വിരിച്ചിട്ട്, പ്ലാസ്റ്റിക് ചാക്ക്, നല്ല രീതിക്ക് പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ച് 4 മൂലയിലും കല്ലിനനുസരിച്ചുള്ള കല്ലും വെച്ചിട്ട് ഞാൻ പിന്നെ ആ കോഴികളെ ആ ചാക്കിൻ്റെ മുകളിൽ ഞാൻ ചീവൊടി ഇടും. ഈ ചീവൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഞാൻ ആ കൂട്ടിനകത്ത് അത്രയും സമയം അവരെ പുറത്ത് വിടും. ഒരു കൂട്ടിനകത്തില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അപ്പം ഞാൻ അത് അത്രയും വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആഹാരം കഴിക്കുന്ന പാത്രം, അതുപോലെ വെള്ളത്തിൻ്റെ പാത്രം ഒക്കെ വളരെ കറക്റ്റായിട്ട് ഞാൻ അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുമായിരുന്നു. പിന്നെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് ഇവരെ ഞാൻ കുളിപ്പിച്ച്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചരുവമുണ്ടായിരുന്നു, അതിൽ ഞാൻ നല്ല രീതിക്ക് അവരെ കുളിപ്പിച്ചെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന പോലെ അല്ലാതെ ഞാനവരെ കുളിപ്പിച്ചെടുക്കും. അതിൽ ഈ വേപ്പിൻ്റെ ഇല അതേപോലെ തന്നെ മറ്റേ മഞ്ഞളുണ്ടല്ലോ, പച്ച മഞ്ഞൾ, ഈ വേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടെ നല്ല രീതിക്ക് അരച്ചിട്ട്, അതിനും എൻ്റെ കയ്യിലൊരു പഴയ, നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, പഴയ മിക്സി അത് തന്നെ, മിക്സിയുടെ ഒരു ജാറുണ്ടായിരുന്നു പഴയത്, അതിനകത്ത് നല്ല വൃത്തിയായിട്ട് ഞാനതങ്ങ് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇവരുടെ കൊക്ക്, അതായത് ഞാൻ തന്നെ ഇങ്ങനെ തുറന്നിട്ട് ചെറിയ ഉരുള പോലാക്കി ഞാൻ അവരുടെ വായിൽ വെച്ച് ഇങ്ങനെ കൊടുക്കും. അത് നല്ല രീതിക്ക് അതങ്ങ് ആദ്യം ഒന്ന് കുടഞ്ഞിട്ട് നല്ല രീതിക്ക് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ അവരെ എനിക്ക് തോന്നുന്നു 2020 മുതൽ ഒരു 23 വരെ എങ്ങാണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെയും അവർക്ക് ദൈവകൃപയാൽ ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവരും, ഒരു പ്രശ്നമില്ല. പിന്നെ ഇവരുടെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തരാവേ. ഓക്കെ, ഞാനിപ്പം അവരുടെ കൂട് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാവേ. ഇന്നിപ്പം കണവാക്കിനകത്ത് വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കഴുകുന്നില്ല. അതാ കൂട് പാത്രം ഇങ്ങോട്ട് എടുത്തത്, അതിനകത്തുള്ള ഓലക്കാലൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏണി അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത്.
ഇവരുടെ കൂടും അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളായാലും ദിവസം നമുക്ക് നമ്മൾ ശരീരശുദ്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആഹാരശുദ്ധി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ നോക്കുമല്ലോ. അതേപോലെ തന്നെയാണ് ഇവർക്കും. ഞാൻ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇതുവരെയും ഞാൻ പ്രത്യേകിച്ച് ഒരു മരുന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഒരസുഖവും അവർക്കില്ല. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒരസുഖവും ഇല്ല. വളരെ ആക്റ്റീവാണ്. കണ്ടോ, അവൾ അടുത്ത കൂടൊരുക്കത്തിനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ മഞ്ഞുണ്ടല്ലോ, അത് ഫീമെയിലുള്ള അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്തില്ലെങ്കിലും ഇങ്ങനെ കൊത്തിപ്പറിച്ച് നിൽക്കാൻ നല്ല ആക്റ്റീവാണ് ആൾ. അപ്പം ഇതാണ് കുഞ്ഞ്, ഇത് അച്ഛനാണ്. ഇവർ രണ്ടുപേരും കൂടെ മാറിപ്പോവും. ആ ചുണ്ടിൻ്റെ ആ കറുത്ത കളർ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അച്ഛനും ഇല്ല, അമ്മയ്ക്കും ഇല്ല. അത് എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വലിയ ആധികാരികമായിട്ടുള്ള അറിവും കാര്യങ്ങളും ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.